ഇതാണ് നമ്മൾ നിന്ന റൂം. 2 ബെഡ്റൂമുണ്ട്. ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് പുറത്തുമാണ്. ഒരു ഡൈനിങ് ടേബിളും പിന്നെ അയൺ ചെയ്യാനുള്ളൊരു ടേബിളും ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ചെറിയൊരു കിച്ചനും ഒരു വാഷിംഗ് മെഷീനും പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ട ചെറിയ സ്റ്റൗവ്, ഓവൻ, പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹാനോയ് ട്രെയിൻ സ്ട്രീറ്റ് ആണ്. കുറേ റീൽസിലൊക്കെ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് കൂടി ട്രെയിൻ പോകുന്നത്. റീസെൻ്റായിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഈ സ്ഥലം ക്ലോസ്ഡ് ആണെന്നാണ് കണ്ടത്. പക്ഷേ ഇവിടുത്തെ ഹോട്ടലുകാർ പറഞ്ഞു ഇപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു. ട്രെയിൻ പോകണ കറക്റ്റ് ടൈമൊക്കെ അവർ എഴുതി തന്നതുകൊണ്ട് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റി. മൺഡേ ടു ഫ്രൈഡേ രാത്രി മാത്രമാണ് ട്രെയിൻ ഉള്ളത്. 7 to 10 ഇടയ്ക്ക് 4 പ്രാവശ്യം ട്രെയിൻ പോകും. സാറ്റർഡേയും സൺഡേയും മോർണിംഗും ഉണ്ട്. 8:30, 9:30, 11:30, പിന്നെ രാത്രി. ഹോട്ടലിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട്. 2 സൈഡിലും കെട്ടിടങ്ങൾ, മിക്കതും ഹോട്ടൽസ് ആൻഡ് കഫേസാണ്. നടുക്കോടെ ഒരു റെയിൽവേ പാളം. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എത്തിയ ആൾക്കാർ ഓരോ കഫേസിൻ്റെയും സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളും അതിലൊരു കടയിൽ കയറി ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ട്രെയിൻ വരുന്നത് നോക്കി ഇരിപ്പായി. ട്രെയിൻ എത്തി. തൊട്ടടുത്തൂടെയാണ് കേട്ടോ പോകുന്നത്. വളരെ പയ്യൊന്നും അല്ല ഈ ട്രെയിൻ പോകുന്നത്. സോ നോക്കിയും കണ്ടും വേണം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. എന്തായാലും വന്നതല്ലേ, അടുത്ത ട്രെയിനും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഇരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതും വന്നു. പിന്നെ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇവിടുത്തെ മിക്ക ആൾക്കാരെയും കയ്യിൽ ചെറിയ ഇനം ഡോഗ് ബ്രീഡിനെ കാണാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സും സുവനിയർ ഷോപ്പുകളും കാണാം. ഹാനോയ് സിറ്റി ബസ് ടൂർ, ഇതാണ് നെക്സ്റ്റ് പ്ലാൻ. ഇവിടെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. 4 മണിക്കൂറത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. സിറ്റിയിലെ മെയിൻ സ്പോട്ടൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ പ്ലാൻ. കാരണം ഈ ബസ് ഈ സിറ്റിയിലെ മെയിൻ സ്പോട്ടിൽ കൂടെ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഈ ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് മെയിൻ പ്ലേസുകളുള്ളത്, മെയിൻ അട്രാക്ഷൻ ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ 4 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഈ ബസ്സിൽ എവിടെ നിന്ന് വേണേലും നമുക്ക് കയറാൻ പറ്റും, എവിടെ വേണേലും നമുക്ക് ഇറങ്ങാനും പറ്റും. എവിടെ നിന്ന് വേണമെന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഡ്രോപ്പിംഗ് പോയിൻറ്റും പിക്കപ്പ് പോയിൻറ്റും ഉണ്ട്, അവിടെ നിന്നൊക്കെയാണ് കയറാൻ പറ്റുന്നത് കേട്ടോ. ഒരാൾക്ക് $13 4 മണിക്കൂറത്തെ ബസ് ട്രിപ്പിനായത്. 1/2 മണിക്കൂർ ഇടവിട്ട് ഇവിടുന്ന് ബസ്സുണ്ട്. ഞങ്ങളുടെ ബസ് ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞാണ്. അതുവരെ അവിടേക്കൊന്ന് നടന്നു. ഈ ഒരു സ്ട്രീറ്റാണ് വീക്കെൻഡ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ വീക്കെൻഡ്സിൽ വണ്ടികളൊന്നും കയറ്റില്ല. എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റായിട്ട് മാറ്റും. വിയറ്റ്നാം കോഫികൾക്കും ചോക്ലേറ്റുകൾക്കും ഭയങ്കര ഫേമസ് ആണ്. ഈ ഒരു സ്ക്വയറിന് ചുറ്റുമാണ് ഇവിടുത്തെ ഫേമസ് കോഫി ഷോപ്പുകളുള്ളത്. നമ്മുടെ ബസ് എത്തി. 2 നില ബസ്സാണ്. താഴെ കാര്യമായിട്ട് സീറ്റുകളൊന്നുമില്ല. നേരെ മുകളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഹെഡ്സെറ്റ് തരും. ഓരോ സീറ്റിലും ഹെഡ്സെറ്റ് ജാക്കുണ്ട്. അത് കുത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് അതിൽ പറയുന്ന ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബസ്സിൻ്റെ മുകളിലുള്ള ഈ ഒരു ട്രിപ്പ്. സിറ്റി ഫുൾ കണ്ടിങ്ങനെ പോകാൻ പറ്റും.
ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ്റെ എല്ലാ അടുത്തൂടെ ഈ ബസ് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഹോച്ചിമിൻ മുസോളിയം സ്റ്റോപ്പിൽ ഇറങ്ങി. വിയറ്റ്നാമിൻ്റെ റെവല്യൂഷണറി ലീഡർ ആൻഡ് പ്രസിഡൻ്റ് ആയിരുന്ന ഹോച്ചിമിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണിത്. ഹോച്ചിമിൻ്റെ ബോഡി ഇപ്പോഴും ഇതിനകത്തൊരു ഗ്ലാസ് പെട്ടിയിൽ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വലിയ ഒരു ഏരിയ തന്നെയുണ്ട് ഈ ഒരു പ്ലേസ്. അവിടെ കുറച്ചു നേരം നടന്ന് അടുത്ത ബസ്സിൽ കയറി വീണ്ടും സിറ്റി ടൂർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, ഒപ്പേര ഹൗസ്. അടുത്തൊരു സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. നമ്മൾ ഫസ്റ്റ് ബസ്സിലിട്ട് കയറിയ സ്ഥലത്തേക്ക്, അത് ആ സ്ക്വയറുള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാർക്കറ്റാണ് വിയറ്റ്നാമിലുള്ളത്, പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെയും ഫുഡ് വെയറിൻ്റെയും. ഇതാണ് വിയറ്റ്നാമിൽ മാനുഫാക്ചർ ചെയ്യുന്ന വിൻസ്പീഡ് കാർ. ഇത് നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലാന്റ് തമിഴ്നാട്ടിലെങ്ങാണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി നല്ല രസമുണ്ട് കാണാൻ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഫേമസ് ആയ കോഫി ഒന്ന് ട്രൈ ചെയ്യാൻ കയറി. നമ്മൾ ഒരു എന്തായിരുന്നു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വിയറ്റ്നാമിലെ സ്പെഷ്യൽ ഐറ്റമാണ് സാധനം. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ കയറി ഓർഡർ ചെയ്തു. നമ്മുടെ കയ്യിൽ വിയറ്റ്നാം മണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുടുങ്ങി. ഇവിടെ ബാക്കി എല്ലാ കൺട്രീസിനും അല്ല. കഴിഞ്ഞ പ്രാവശ്യം പോയി എവിടെയായിരുന്നു, ബോഡിയിൽ ഫുള്ള് ഡോളേഴ്സ് ആയിരുന്നു എടുക്കുന്നത്. ഇവിടെ വന്നപ്പം അവരെടുക്കുന്നില്ല, കാർഡും എടുക്കുന്നില്ല. കിട്ടി പോയി. എങ്ങനെയുണ്ട് മസ്റ്റർ? പാളിയാ പാളി? നമ്മൾ കയറിയ കട അത്രയ്ക്ക് പോരായിരുന്നു. അവരുടെ പെരുമാറ്റവും ഒന്നും അത്ര സപ്പോർട്ടീവ് അല്ലാണ്ട് തോന്നി. മേ ബി ലാംഗ്വേജ് ആയിരിക്കും ഇവരുടെ ഒരു പ്രോബ്ലം. കാരണം ഇവിടെ മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലാണ് മിക്ക ആൾക്കാർക്കും മനസ്സിലാവുന്നുള്ളൂ. നമ്മൾ ഷോപ്പിലൊക്കെ കയറി എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്ത് നമ്മൾ എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. നടന്ന് ഇവിടുത്തെ ഫേമസ് ബിയർ സ്ട്രീറ്റിലെത്തി. ഇവിടെ ഫുള്ള് പാർട്ടി വൈബാണ്. ഇവിടെ ഒരുപാട് പബ്ബുകളും ഫുഡ് സ്ട്രീറ്റുകളും ഉണ്ട്. അവിടെ നിന്ന് ഒരു ബിയറൊക്കെ കുടിച്ച് നേരെ തിരിച്ച് റൂമിലേക്ക്.